ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഷവർമ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ബണ്ണ് വെച്ചിട്ടൊരു ഷവർമയാണ്. അപ്പോൾ ബർഗർ ഷവർമ എന്നും പറയാം, അതുപോലെ തന്നെ ബൺ ഷവർമ എന്നും പറയാം. എങ്ങനെയാണെങ്കിൽ പറയാം കേട്ടോ. നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തട്ടിക്കൂട്ടാൻ പറ്റുന്നതാണ്. വലിയ പാടൊന്നുമില്ല. ഷവർമയുടെ ആ പാറ്റി ബ്രെഡ് നമ്മളുടെ കുബൂസോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ബണ്ണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുക, ബാക്കിയുള്ള ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. അതിന് മുന്നേ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് വരുന്നൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിലെ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ പ്രസ് ചെയ്താലാണ് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുക. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ. ഞാനിവിടെ ആദ്യം ചിക്കനെ ഒന്ന് പുരട്ടി വെക്കാൻ പോവാണ്. മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ബാക്കിയുള്ള പരിപാടി കഴിയുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് സെറ്റായി കിട്ടും. മസാലയൊക്കെ ഇറങ്ങി ചിക്കനൊക്കെ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് എത്ര ചിക്കൻ വേണ്ട വെച്ചെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ 250 എടുത്തു. അതൊരു 4-5 ബണ്ണിലേക്ക് നിറയ്ക്കാനുള്ളതുണ്ട്. അപ്പോൾ ഇനി ഫസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതില്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ മുളക് പൊടിയും മതി. അത് 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇനി നമുക്ക് എരിവിനാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡറിന് അധികം എരിവൊന്നും ഇല്ല എന്നറിയാലോ, കളറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ കുരുമുളക് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഒരു ഫ്ലേവർ വേണമെങ്കിൽ ഒരു പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടാം കുറയ്ക്കാം. അപ്പോൾ അതും ഇട്ട് കൊടുത്തു. അടുത്തത് ചെറിയ ജീരകം, അതായത് സാധാ ജീരകം ഉണ്ടല്ലോ, അതിൻ്റെ പൊടി 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഒരു ഫ്ലേവർ കിട്ടാനാണ്. പെരുംജീരകമല്ല, സാധാ കുഞ്ഞു ജീരകമല്ലേ, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമായി പിന്നെന്താണ്, ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് 1/4 ടീസ്പൂണോളം അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ, നിങ്ങളുടെ ഉപ്പിൻ്റെയും മുളകിൻ്റെയും ഒക്കെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി തൈര് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് വേണം. കട്ടത്തൈരാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പം എൻ്റെ കട്ടത്തൈരും നല്ല, എന്നാലും അത്യാവശ്യം ഒരു തിക്കുണ്ട്. അപ്പോൾ അതും ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ സ്പൂണ് വെച്ച് മിക്സ് ചെയ്താണ്ടല്ലോ അത്രയ്ക്ക് അങ്ങോട്ട് മിക്സ് ആവില്ല. അപ്പം നിങ്ങൾക്ക് സ്പൂണ് വെച്ചിട്ടേ മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ വെച്ചെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ല, കൈ വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് അങ്ങോട്ട് പെരട്ടി ഇതാ ഇതുപോലെ അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ സംഭവം ഇവിടെ പെരട്ടലൊക്കെ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഒരു അരമണിക്കൂർ കുറഞ്ഞത് കേട്ടോ, കൂടിയത് എത്ര നേരം വേണമെങ്കിൽ വെക്കാം. ഇപ്പോൾ ഒരു രാത്രി മൊത്തം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി വെക്കുക. കണ്ടില്ലേ, എല്ലാത്തിലും ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് പിടിപ്പിച്ച്, അതായത് നല്ലതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തേച്ച് പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. അതിന് ശേഷം നമുക്ക് കാണാം. ഇപ്പോൾ ഇതെല്ലാം സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കട്ടെ. ഒരു അരമണിക്കൂർ എന്തായാലും വെക്കാൻ നോക്കുക. വീണ്ടും പറയാണ്, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നു. ഞാനിപ്പോൾ ഒരു 1 മണിക്കൊക്കെ പുരട്ടി വെച്ചു. സമയം ഒരു 4:30 ആകുമ്പോൾ ആണ് ഞാൻ എടുക്കുന്നത്. വൈകിട്ട് എല്ലാവരും വരുമ്പോഴത്തേക്കും ഒരു ഈവനിങ് സ്നാക്ക് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ദാ അത്രയും നേരം നമ്മൾ ഫ്രിഡ്ജിലാണ് വെച്ചത്. ഫ്രീസറിലൊന്നല്ല, ഫ്രിഡ്ജിൽ നോർമൽ ഫ്രീസറിൻ്റെ താഴെയുള്ള ഭാഗത്ത്. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യില്ലേ. ഇപ്പം ഞാൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഓയിൽ, 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ തട്ടി വെച്ചിരിക്കുന്ന ചിക്കനെയൊക്കെ അതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക. കൈയൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ, കൈയൊന്നും പൊള്ളിക്കേണ്ട. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ആവട്ടെ. ആ 2 സൈഡും കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? കേൾക്കുന്നുണ്ടല്ലേ? 2 സൈഡും ബ്രൗൺ കളറാവണ വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് നേരം പിടിക്കും. ബാക്കി വല്ല പണിയുണ്ടെങ്കിൽ ചെയ്യാം. ഇത് അതിലിട്ടിട്ട് എല്ലാം ഇടട്ടെ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കാൻ നോക്കുക. എന്നാലാണ് നമുക്ക് ഷവർമയുടെ ഉള്ളിലുള്ള ആ ചിക്കനെ പിച്ചെടുക്കില്ലേ, അതുപോലെ എടുക്കാൻ സുഖമായിട്ട് എടുക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനത് പറയാൻ വിട്ടുപോയി തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം അവിടെ കിടന്നിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. കുറച്ച് നേരം അനങ്ങാണ്ട് വയ്ക്കാം. ബാക്കിയുള്ള പണികൾ ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ കയറ്റിയതിന് ശേഷം ചെയ്തു കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളുടെ കുറച്ച് ക്യാരറ്റ്, അതായത് ഒരു ചെറിയ ക്യാരറ്റ്
ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ ഒരു ചെറിയ സവോള, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെച്ചെങ്കിൽ നമ്മളുടെ കുക്കുംബറൊക്കെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഷവർമയുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുതിനയില എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. എനിക്കിപ്പോൾ ഇത്ര മാത്രം മതി. അപ്പോൾ ഞാൻ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അര ക്യാരറ്റ്, വലിയ ക്യാരറ്റിൻ്റെ ആണെങ്കിൽ അര ക്യാരറ്റ് എടുക്കുക, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കുക. പിന്നെ ക്യാപ്സിക്കം 1/4 ഭാഗം എടുത്തിട്ടുണ്ട്, സവോള ഒരെണ്ണം ചെറുത്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് മയോണൈസ് മിക്സ് ചെയ്യണം. അപ്പോൾ മയോണൈസ് ഞാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഗാർലിക്കും കൂടി മിക്സ് ചെയ്ത കാരണം ഗാർലിക്ക് വേറെ എക്സ്ട്രാ ചേർക്കണില്ല. പിന്നെ എരിവ് വേണമെച്ചെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇനി വേറെ ഒന്നും അധികം ചേർക്കണില്ല, അതൊന്ന് മിക്സ് ചെയ്യണുള്ളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മയോണൈസ് നമ്മളുടെ ബണ്ണിൻ്റെ 2 സൈഡിലും പരട്ടി കൊടുക്കണം. അപ്പോൾ ഇത് ഓക്കെ. അടുത്ത പരിപാടി ബണ്ണുകളൊക്കെ ഒന്ന് നടുകെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിടട്ടെ. അപ്പോൾ 2 സൈഡും ഇതേപോലത്തെ കളറായി കിട്ടണം കേട്ടോ. അപ്പോൾ മറിച്ചിടാൻ തുടങ്ങി. ഒരുവിധം എല്ലാം ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഞാൻ അപ്പുറത്തെ ഭാഗം കൂടി ആവട്ടെ. ഇപ്പോൾ അതായത് ഞാൻ നടുവൊക്കെ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രേ ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് വയറ് നിറയെ കഴിക്കാണ്ട് അത്ര തന്നെ. അപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണമൊക്കെ വേണമെച്ചെങ്കിൽ 2 എണ്ണം എടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെക്കാൻ പോവാണ്. ഫില്ലിങ് എന്താണ്? നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള മയോണൈസും അതുപോലെ തന്നെ കുറച്ച് സവോളയും പിന്നെ ക്യാപ്സിക്കൊക്കെ കൂടിയിട്ടുള്ള സംഭവം. അപ്പോൾ അധികമൊന്നും വേണ്ട, കുറച്ചങ്ങോട്ട് വെച്ചാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ ഇനി ചിക്കനും കൂടിയും വരും, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നിറച്ചങ്ങോട്ട് പൊത്തി വയ്ക്കാൻ നിൽക്കണ്ട. പിന്നെ സോസ് വേണമെച്ചെങ്കിൽ നിങ്ങൾ ഒഴിച്ചു കൊടുത്തോളൂ. സോസ് നിർബന്ധമൊന്നുമില്ല. നമ്മൾ കൂടുതലും ഷവർമ പോലെ കഴിക്കാനാണെങ്കിൽ സോസിൻ്റെ ആവശ്യം ഉണ്ടെന്നൊക്കെ തോന്നുന്നില്ല. അപ്പോൾ വേണമെന്നുള്ളവരൊക്കെ ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിന്. നമ്മളല്ലേ കഴിക്കുന്നത്, അപ്പോൾ നമ്മുടെ ഇഷ്ടമല്ലേ നോക്കണ്ടേ, അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാത്തിലും ആക്കി വെക്കട്ടെ. അപ്പോൾ നമ്മളുടെ എല്ലാ ബണ്ണുകളുടെ ഉള്ളിലും ഇതുപോലെ ഫില്ലിങ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനാണ്. ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നന്നായിട്ട് അത് പിച്ചെടുക്കുക. അതിന് ശേഷം കുറച്ച് മയോണൈസിൽ നമ്മൾ കുറച്ച് മയോണൈസ് ബാക്കി വെക്കാൻ പറഞ്ഞില്ലേ, അപ്പോൾ ആ മയോണൈസിൽ നമ്മൾ നന്നായിട്ട് ആ ചിക്കൻ ഒന്ന് പുരട്ടിയെടുത്തിട്ട് ഇതിലങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി ആയിട്ടുള്ളതൊക്കെ വേഗം എടുക്കട്ടെ. ബാക്കി 2-3 എണ്ണം കൂടിയും ആവാനുണ്ടാവും. അതിന് നമുക്ക് ലാസ്റ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടി ഒന്ന് ആവണം. വേഗം നമുക്ക് ആയതായത് എടുത്തു മാറ്റാം. എണ്ണയൊന്നും പാടില്ല കേട്ടോ. ബാക്കിയൊന്നും കൂടി എടുക്കട്ടെ. ഇതിനൊക്കെ നടുക്കിരിക്കും നെറ്റിയിടട്ടെ. ഇപ്പോൾ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ആയി കഴിഞ്ഞു. ഇത് വറുത്ത് കോരാട്ടോ. ഇപ്പോൾ എല്ലാ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കത്തി വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് പിച്ചെടുക്കണം. അപ്പോൾ കത്തി വെച്ചിട്ടാകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. കൈ വെച്ചിട്ടാകുമ്പോൾ ഒന്ന് പിച്ചെടുക്കണ പോലെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, കൈ നന്നായിട്ട് പൊള്ളും, അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം കത്തി വെച്ചിട്ട് വെറുതെ ഇങ്ങനെ അരിഞ്ഞ് എടുത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്കാണ് മയോണൈസ് ബാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അത് മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുവിധമൊക്കെ അങ്ങനെ മിക്സാക്കി എടുക്കുക. ഓൾറെഡി നമ്മളുടെ ബണ്ണിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മയോണൈസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് പരട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി നമുക്ക് ചിക്കൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര അളവ് വേണമെച്ചെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അധികം ആക്കണില്ല, ഇത്രേ ആക്കണുള്ളൂ. മയോണൈസും വേണമെങ്കിൽ അധികം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പം എല്ലാത്തിലും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ ഒരു ടൂത്ത് പിക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു ക്യാരറ്റും അതുപോലെ നമ്മളുടെ ക്യാപ്സിക്കും കൂടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് നമ്മൾ ബർഗറൊക്കെ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ, അതുപോലെ ഇല്ലെങ്കിൽ ചെറിയോ
ഇതുപോലെ അങ്ങോട്ട് കുത്തി വെച്ച് കൊടുക്കുക, എങ്ങോട്ടും പോവില്ല. അപ്പോൾ നമ്മുടെ എന്താണ് ഷവർമ ബർഗർ റെഡിയായി. ബർഗർ എന്ന് പറയണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തക്കാളി പിന്നെ വേറെ കുറേ ഐറ്റംസ് ഒക്കെ വെക്കണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ ഇത് സിമ്പിളാക്കിയിട്ട് നമ്മുടെ ഷവർമ ആ ഒരു ഇതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കണ്ട. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്